ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാതില് തുറക്കാനാ പറഞ്ഞേ. പറയാൻ എനിക്കും ആഗ്രഹമുണ്ട്, കേൾക്കാൻ തനിക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള അവകാശം നമുക്ക് രണ്ടുപേർക്കുണ്ട്. പിന്നെന്താ? കീർത്തി, പോവരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇത്രയും നല്ലൊരു അവസരം നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. അമ്മ പോവല്ലേ? അമ്മ വിടുന്നുണ്ടോ? ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. വിടില്ല. അമ്മ, നീ അത്രയ്ക്കായോ പറഞ്ഞു കേൾക്കാതിരിക്കാൻ? കടിക്കലേ. അച്ഛാ, അച്ഛാ, അച്ഛ ഒന്ന് എഴുന്നേറ്റ്. അച്ഛാ, അച്ഛ എഴുന്നേക്കാനാ പറഞ്ഞേ. അയ്യോ അയ്യോ, പാമ്പ് കൊത്തിയേ, എന്നെ പാമ്പ് കൊത്തിയേ. അയ്യോ പാമ്പേ. പാമ്പല്ല, ഞാനാ. എന്താടി? നവീൻ ഗാഥയുടെ മുറിയിലുണ്ട്. അതിനെന്ത്? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പോയി കിടന്നുറങ്ങ്, അല്ലാതെ വേറെന്ത് ചെയ്യാ? അച്ഛ എന്റെ നേരെ ഒന്ന് നോക്ക്. നിന്നെയല്ലേ നോയിക്കൊണ്ടിരിക്കുന്നത്? അച്ഛ, ഗാഥ വ്രതം എടുത്തിരിക്കല്ലേ. അവളുടെ മുറിയിലേക്ക് നവീൻ പോകാൻ പാടുണ്ടോ? നവീൻ എന്റേതാണെന്നും നവീന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂന്നും അച്ഛനും അമ്മ എന്നോട് പറഞ്ഞത് മറന്നുപോയോ? ഓ, ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വിടാൻ പാടില്ല. നീ വന്നേ. ആ മുറിയുന്ന അവരെ രണ്ടെണ്ണത്തിനെയും കൈയോടെ പിടികൂടി എല്ലാവരുടെയും മുമ്പിലോട്ട് അങ്ങ് ഇട്ടുകൊടുത്താലേ. അത് തന്നെയാ വേണ്ടത്. വ്രതാനുഷ്ഠാനങ്ങൾക്കിടയില് തറവാടിന്റെ നാശത്തിനുള്ള കാര്യങ്ങൾ അവള് ചെയ്യുന്നെന്ന് എല്ലാവർക്കും മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം. അച്ഛ വന്നേ. വാ. മോളെ, അപ്പം ഫസ്റ്റ് നൈറ്റ് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നവീന്റെ മുറിയിൽ വെച്ചാണ്. മോളിവിടെ നിക്കണേ. ഇത് വെറും സംസാരം മാത്രമല്ല, ആദ്യ രാത്രിക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ്. അവന്റെ മുഖം കണ്ടാലറിയാം. നമ്മളെ ഈ അവസരം കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഗാഥ എന്ന് പറയുന്നവളെ ഇനി പടിക്ക് പുറത്താ. മോളെ കീർത്തി, ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ചോണ്ട് വരണം. എല്ലാരും കാഴ്ച കാണട്ടെ. ഉദയേട്ടാ, ഉദയൻ ഇവിടുന്ന് മാറരുത്. അവളോ അവനോ പുറത്തു കിടക്കാൻ സമ്മതിക്കരുത്. അത് ഞാൻ ഏറ്റു. നിങ്ങൾ പോയിട്ട് വാ, പോയിട്ട് വാ. മോനെ നവീനെ, നീ പെട്ടടാ. ഏട്ടാ, അമ്മാവാ, ഏട്ടാ, അമ്മായി, നന്ദേട്ടാ, നന്ദേട്ടാ, അമ്മായി, അമ്മായി, ഏട്ടാ. അത് എന്താ നിർമ്മലേ? നിങ്ങൾ എന്ത് സമാധാനത്തിലാ സുമിത്ര ഇവിടെ കിടന്നുറങ്ങുന്നേ? എന്തു പറ്റി? കളരിക്കൽ തറവാടിന്റെ സകല പാരമ്പര്യവും ഒരുത്തി ഏൽപ്പിച്ചു കൊടുത്തിരിക്കല്ലേ. അവരെന്താ ചെയ്യുന്നേന്ന് വന്ന് കണ്ടു നോക്ക്. എന്താ നിർമ്മല കാര്യം? ഏട്ടാ, 41 ദിവസത്തെ വ്രതം എടുക്കുമ്പോ ഗാഥയോട് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലേ ഗാഥയും നവീനും തമ്മില് ഒരു ബന്ധവും പാടില്ലാന്ന്? അതെ, പറഞ്ഞിരുന്നു. അതിനെന്താ? എങ്കിലേ ആ ഗാഥമോള് ഇപ്പൊ എവിടെയാ ഉള്ളതെന്നൊന്ന് ചെന്ന് നോക്ക്. അവളിപ്പോ നവീന്റെ മുറിയില. അവരെ അവിടെ ആദ്യരാത്രി ആഘോഷിച്ചോണ്ടിരിക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ നിർമ്മലേ?
ഹ, പറഞ്ഞു കേട്ടപ്പോ അങ്ങ് പൊള്ളിയല്ലേ? അതുകൊണ്ട് തന്നെയാ നേരിട്ട് വന്ന് കാണാൻ പറഞ്ഞത്. 41 ദിവസത്തെ വ്രതത്തിനിടയില് അതിനെന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാ അനുഭവിക്കേണ്ടത് അവള് മാത്രമല്ല, ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുവാ. വ്രതം മുടക്കാൻ നവീനും ഗാഥയും മുതിരില്ല. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പിന്നെ പാതിരാത്രി വിളിച്ച് ഞങ്ങള് കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുവാണോ? ആ, ഇതിനു മുമ്പ് ഒരുപാട് കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കിയതല്ലേ? പിന്നെ എങ്ങനെയാ നിങ്ങളെ വിശ്വസിക്കുന്നേ? അല്ല, ഏട്ടനെന്തിനാ ഇപ്പൊ ഇത്ര തർക്കിക്കുന്നേ? ഏട്ടന് അവിടം വരെ പോയി നോക്ക്. അതിനകത്ത് അവളുണ്ടെങ്കില് സംശയമൊക്കെ തീരുമല്ലോ. സുമിത്രേ, നമുക്കൊന്ന് പോയി നോക്കാം. ആ അതെ, നിങ്ങൾ മാത്രം പോയാ പോരാ. അവളെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചിരിക്കുന്നത് അമ്മയാ. അമ്മയും കൂടെ കാണണം ഈ കാഴ്ച. വേണ്ട, അമ്മ ഇക്കാര്യത്തിൽ വിളിക്കണ്ട. ഇത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. ഗാഥ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഇന്ന് രാത്രി തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. പറ്റുമോ ഏട്ടന്? നിങ്ങൾ പറയുന്ന പോലെ തെറ്റവര് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏൽപ്പിച്ച വ്രതത്തിന് ഗാഥ ഭംഗം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിലുണ്ടാവില്ല ഇനി. നന്ദേട്ടാ, കളരിക്കൽ തറവാടിന് ആചാരങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാ. സുമിത്രേ, വാ. ഉദേട്ടാ, അവര് പുറത്തിറങ്ങില്ലല്ലോ. ഏയ് ഇല്ല, ഞാൻ ഇവിടുന്ന് മാറിയിട്ട് വേണ്ടേ? നിങ്ങൾ വാ. ഒന്ന് മാറിയേ. കണ്ടോ, ഏട്ടനും സുമിത്രയും ഇതുവരെ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല. കാരണം ഗാഥമോളുടെ വ്രതശുദ്ധിയെ കുറിച്ച് പാടിപ്പുകഴ്ത്തലായിരുന്നല്ലോ ഇതുവരെ. അതെ, ഞാനിതൊക്കെ കാണാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായാലിയാ. പിന്നെ കൃത്യമായ തെളിവില്ലാതെ നിങ്ങളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാ കാത്തിരുന്നത്. അമ്മാവൻ എന്തിനാ ഈ നോക്കി നിൽക്കുന്നേ? മോനെ മരുമോളെ വിളിച്ചിറക്ക്. കളരിക്കൽ തറവാടിന്റെ പുണ്യം എന്താണെന്ന് നേരിട്ട് അറിയണ്ടേ? ഹ. നവീൻ, നവീൻ വാതിൽ പറഞ്ഞേ. വാതിൽ തുറക്കാനാ പറഞ്ഞേ.